നമ്മുടെ ഈ ഇന്ത്യയിൽ പല വിഷയങ്ങളിലും ഒരു മിക്സഡ് സംസ്കാരം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പ്രധാനമായും രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് കല്യാണവുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് മതങ്ങളും ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം ഇടകലർന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് കൊള്ളക്കൊടുക്കലുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളല്ലാത്ത പലരും മരണപ്പെട്ട ആളെ 3 ദിവസം വരെ 7 ദിവസം വരെ എടുത്തു വെച്ച് വിലപിക്കാറുണ്ട്, സൂക്ഷിച്ചു വെച്ച്. ഒന്നുമില്ല, ആരും വരാനല്ല. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മക്കൾ വിദേശത്ത് നിന്ന് വരാനുണ്ടെങ്കിലൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും ഫ്രീസറിലൊക്കെ വെച്ചിട്ട്. അതൊന്നും അല്ലാതെ തന്നെ എല്ലാവരും നാട്ടിലുണ്ടെങ്കിൽ തന്നെ 3 ദിവസമൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് 3 ദിവസം വിലപിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെയുള്ള കൊള്ളക്കൊടുക്കലുകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇത്തരം രീതികൾ. ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ കുളിപ്പിക്കുക, സാധ്യമാകുന്ന എത്രയും വേഗത്തിൽ നിസ്കരിച്ച് അയാളെ മറവ് ചെയ്യുകയുമാണ് വേണ്ടത്. ഖബറിലെത്തിയതിന് ശേഷം അയാൾ അയാളുടെ ലോകത്ത്, നമ്മൾ നമ്മുടെ ലോകത്ത്. ഇനി അയാൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യുക. പ്രാർത്ഥന, അതേപോലെ ഖുർആൻ പാരായണം, ഹദിയ ചെയ്യൽ, സംഭാവനകൾ, ദാനധർമ്മങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഈ കൊള്ളക്കൊടുക്കലിൻ്റെ ഭാഗമായി ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ്. ഈ അലമുറയിട്ട് കരയുക എന്നുള്ളതൊക്കെ ഇസ്ലാം അലമുറയിട്ട് കടലൊക്കെ ഹദീസ് അങ്ങനെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. കരയുന്നതിനെ നിരോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ കരയൽ കൊണ്ട് മരിച്ച ആളുകൾക്ക് ദോഷമാണ് ഉണ്ടാവുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്വാഭാവികമായി വരുന്ന ഒരു കരച്ചിലുണ്ട്, അതല്ല ഈ പറഞ്ഞിട്ടുള്ളത്. കരയാൻ വേണ്ടിയുള്ള കരയലാണ്. കരഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് എഴുതിയിട്ടുള്ള കരച്ചിൽ. ഒരു 3 ദിവസമെങ്കിലും കരച്ചിൽ ഉണ്ടായില്ലെങ്കിൽ ഇപ്പം എന്തിനാ പറ്റുക എന്നുള്ള. പഴയ കാലത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, മയ്യത്ത് കുളിപ്പിച്ചാൽ പിന്നെ ഒന്നിനും പറ്റൂല. എല്ലാ മരക്കളും വന്ന് ഗൾഫിൽ നിന്ന് വരാനുള്ളവരൊക്കെ വന്ന് അതിൻ്റെ ശേഷം കുളിപ്പിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ വളരെ പഴക്കമൊന്നുമല്ല, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഓർമ്മയുള്ളത്. ഇപ്പോഴും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കുകളൊക്കെ നീക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ മയ്യത്ത് അങ്ങനെ കിടത്തും. പിന്നെ ആളുകളൊക്കെ വന്നതിന് ശേഷം പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോഴും ഉണ്ട് പല. അങ്ങനത്തെ യാതൊരു കർമ്മവും ഇസ്ലാമിലില്ല. ഒരാൾ മരിച്ചാൽ കുളിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ എത്തിച്ചേർന്ന് അതിനുള്ള സൗകര്യം ഒതുങ്ങിയാൽ ആദ്യമേ കുളിപ്പിക്കണം. കുളിപ്പിച്ചതിന് ശേഷം മയ്യത്ത് നിസ്കാരത്തിന് ആളുകൾ വരാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നതിന് വിരോധമില്ല. മയ്യത്ത് നിസ്കാരത്തിന് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടി കുറേ ആളുകളെ അറിയിക്കുന്നതിനോ അനൗൺസ് ചെയ്യുന്നതിനോ വിരോധമല്ല. പിന്നെ ഇയാളെ കൊണ്ടുപോയി മറവ് ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലേക്ക് അഡീഷണലായിട്ട് കയറി വന്നിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രായം ചെന്ന ആളുകൾ പറയും, ഇങ്ങനെ തലക്കൊക്കെ കൈ കൊടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ എന്താ നീ ഇങ്ങനെ കാണിക്കണം, മുടിഞ്ഞു പോകും ഇങ്ങനെ ഇരുന്ന. ചില ഭക്ഷണ മേശയില കഴിക്കുന്നത് തലക്ക് കൈ കൊടുത്ത് പൊതുവെ പ്രായം ചെന്നവർ പറയാറുണ്ട്. അതിന് ഇസ്ലാമികമായി വല്ല കാര്യമുണ്ട് അതിൽ? ഈ തലക്ക് കൈ കൊടുക്കുക, അതുപോലെ താടിക്ക് കൈ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ക്ഷീണത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. നമ്മൾ ക്ഷീണിച്ച് കാണുക എന്നത് പിശാചിന് വളരെ ഇഷ്ടമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നതൊഴിച്ചാൽ, ഒരാൾ തലമ കയ്യോ വെച്ചിട്ടൊന്നും വരാനൊന്നുമില്ല, അല്ലെങ്കിൽ ഒരാൾ താടിക്ക് കൈ കൊടുത്ത് വെച്ചിട്ടൊന്നും വരാനൊന്നുമില്ല. കൈ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണമല്ലോ. അതിന് ഏറ്റവും നല്ലത് നെറ്റിയിൽ ഇങ്ങനെ വെക്കലാണ്. കാരണം അത് ഓർമ്മയെ ഉദ്ദീപിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് നെറ്റിയിൽ വെക്കാവുന്നതാണ്. താടിക്ക് കൈ കൊടുക്കുക, തലമ കൈ കൊടുക്കുക എന്നുള്ളത് ഒരു ക്ഷീണത്തെ അറിയിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് കോട്ടവായി ഇടുക എന്നുള്ളത് നല്ലതല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ക്ഷീണത്തിൻ്റെ മേൽ അറിയിക്കുന്നു. തുമ്മുക എന്നുള്ളത് നല്ലതാണ്, കാരണം അത് ഉത്സാഹത്തിൻ്റെ മേൽ അറിയിക്കും. അപ്പോൾ ഉത്സാഹത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, ക്ഷീണത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ ക്ഷീണിക്കൽ പിശാചിന് ഇഷ്ടമായതുകൊണ്ടാണ് ക്ഷീണത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെന്ന് പറഞ്ഞത്. ഇതൊരു ഹറാമാണെന്നൊന്നുമല്ല, അത് ഒഴിവാക്കലാണ് നല്ലത്. ഇനിയിപ്പോൾ ഒരാൾ തലമൊന്ന് കൈ വെച്ച് വെച്ചിട്ട് അവർക്കൊന്നും വരാനൊന്നുമില്ല. ഒരുപക്ഷെ സൈക്കോളജിക്കലായിട്ട് ചിന്തിച്ചാലും ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ ഇപ്പോൾ വലിയ ഉന്മേഷത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വല്ലാത്ത ഒരു കോട്ടുമായിട്ട് ആകെ ഇതാകുമ്പം ഓപ്പോസിറ്റുള്ള ആൾക്കും ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം. അത്രേ ഉള്ളൂ. അല്ലാതെ അത് പിന്നെ അതിലൊരു ആത്മീയതയൊന്നും, ആത്മീയമായി എന്തെങ്കിലും സംഭവിക്കാനുണ്ട് അല്ലെങ്കിൽ വലിയ വിപത്തുകൾ വരാനുണ്ട് എന്നൊന്നും അറിയിക്കുന്നതല്ല. ചില സമയത്ത് ഈ സംഭാഷണ സമയത്ത് അതൊരു പരിഹാസത്തിൻ്റെ രൂപം വരുമെങ്കിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത്രയ്ക്കേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കീഖത്ത് ഇറക്കുക എന്നുള്ളത് ഏറ്റവും പ്രബലമായ നല്ല ഗുണകരമായ സുന്നത്താണ്. മിക്കവാറും ഇപ്പോൾ പണ്ട് അങ്ങനെ അത്ര സജീവമായിരുന്നില്ല. കാര്യം പ്രവാചകൻ്റെ കാലം മുതലുള്ള ഒരു കാര്യമാണെങ്കിലും കുറേ
കാലങ്ങളായിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ സ്ഥിരമായി ഏത് കുട്ടി ജനിച്ചാലും അങ്ങനത്തെ അറവൊക്കെ നടക്കാറുണ്ട്. പക്ഷേ അറവ് നടക്കുന്ന സമയത്ത് മാംസം കട്ട് ചെയ്യുന്ന സമയത്ത് എല്ല് കട്ട് ചെയ്യാതെ ചെയ്യണമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരിയാണ്? അക്കീക്കത്തറുക്കുക എന്നത് ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഒരു അമലാണ്. മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മളത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടി ജീവിച്ചില്ല, മരിച്ചു, എന്നാൽ പോലും ആ കുട്ടിയുടെ അക്കീക്കത്തറുക്കുക എന്നുള്ളത് സുന്നത്താണ്. അത്രയും പ്രബലമായ സുന്നത്താണ്. നമ്മുടെ ആരുടെയെങ്കിലും അക്കീക്കത്ത് അറുത്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് തന്നെ അറുക്കാവുന്നതാണ്. മരണം വരെയും, ജനനം മുതൽ മരണം വരെ അക്കീക്കത്തിൻ്റെ സമയമുണ്ട്. അപ്പോൾ വളരെ പുണ്യമായ ഇബാദത്താണ്. 7 കുട്ടികൾക്ക് ഒരു അക്കീക്കത്ത് അങ്ങനെയും അറുക്കാം. ആടിനെ പറ്റൂല, മാട് ഇനങ്ങളിൽപ്പെട്ട എന്തെങ്കിലും 7 മക്കൾക്ക് ചേർത്തുങ്ങാണ്ട് ഒന്നറക്കാവുന്നതാണ്. ഉളുഹിയത്തും അക്കീക്കത്തും കൂടിയും ചേർത്തിറക്കുകയും ചെയ്യാം. അക്കീക്കത്തിനെ പറ്റി പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അക്കീക്കത്ത് വിതരണം ചെയ്യാൻ വേണ്ടി അതിൻ്റെ എല്ല് കട്ട് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. എന്നാൽ ഒരഭിപ്രായമുണ്ട്, എല്ല് കട്ട് ചെയ്യാതെയാണ് കൊടുക്കേണ്ടത്. ആ അഭിപ്രായം പരിഗണിക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്, കഴിയില്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ ഒരു വലിയൊരു പോത്തിനെയോ പശുവിനെയോ കളനെയൊക്കെ ഇറക്കുമ്പം അത് കട്ട് ചെയ്യാതെ ഇതാണ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ അത് പിന്നെ കെണുപ്പുകൾ വേറെടുത്തിയാണ് കൊടുക്കേണ്ടത്. കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നതിന് പകരം കെണുപ്പ് വേറെടുത്തി. ഇതൊരു നിർബന്ധമുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, ആ അഭിപ്രായത്തെ പരിഗണിക്കാം എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കട്ട് ചെയ്തു എന്ന് എഴുതിയിട്ടൊന്നും വരാനൊന്നുമില്ല. ഇപ്പം ഈ അക്കീകയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ വിഷയത്തിൽ ഉള്ള കാര്യമല്ലെങ്കിൽ കൂടി താങ്കൾ പറഞ്ഞതുപോലെ ജനനം മുതൽ മരണം വരെ അക്കീക ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക്, അതായത് ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ അക്കീക അറുത്തിട്ടില്ല എന്നാണെങ്കിൽ അത് എനിക്ക് സ്വന്തമായി അക്കീക അറുത്ത് കൊടുക്കാമെന്നാണ്. അതെ, നമ്മൾ ആരുടെ അക്കീകത്ത് അറുത്തിട്ടില്ല എന്ന് മനസ്സിലായാലും മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് അപ്പോൾ നമ്മുടെ അക്കീകത്ത് അറുത്ത് നമുക്ക് തന്നെ വിതരണം ചെയ്യാവുന്നതാണ്. ഈ മരണപ്പെട്ടു പോയ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു, ഇപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടി മരണപ്പെട്ടു, ഒരുപക്ഷെ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും ബോധ്യം കിട്ടാത്ത സാഹചര്യത്തിൽ അതിന് മറവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള കുട്ടികൾക്കും ഗർഭാവസ്ഥയിൽ ഒരു കുട്ടി മരിക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെ രൂപം വന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും അതിന് ബാധകമല്ല. മനുഷ്യൻ്റെ രൂപം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് പേരിടുക എന്നുള്ളതാണ്. ഗർഭപാത്രത്തിൽ വെച്ചേ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ കുട്ടിക്കൊരു പേരിടണം. ആൺകുട്ടിയാണെങ്കിൽ ആണിൻ്റെ പേര്, പെൺകുട്ടിയാണെങ്കിൽ പെണ്ണിൻ്റെ പേരിടണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയും അക്കീകത്തറുക്കൽ നല്ലതാണ്, പേരിട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പേരിടണ്ടാത്തൊരവസ്ഥ ഞാൻ പറഞ്ഞു, മനുഷ്യനാണെന്ന് തിരിയാത്ത ചില രൂപങ്ങളുണ്ടാവും. അങ്ങനത്തെ രൂപങ്ങൾക്ക് പേരിടേണ്ടതില്ല. അപ്പോൾ പേരിടുന്ന എല്ലാ കുട്ടികൾക്കും അക്കീകത്ത് സുന്നത്തുണ്ട്. നമ്മുടെ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക കർക്കിടക മാസം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇടിയും ബഹളവും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ശക്തമായ ഇടിമുഴക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ പെട്ടെന്ന് മക്കളോടൊക്കെ അകത്തേക്ക് കയറുന്നൊക്കെ പറയും, ദിക്ർ ചെല്ലാൻ പറയും, സലാത്ത് ചെല്ലാൻ പറയും. എന്തോ ഇടി എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്, മിന്നലും ഇടിയും. മിന്നൽ ഒരുപക്ഷെ ഏറ്റവും അപകടകരമായ സംഭവം മിന്നലാണെങ്കിലും നമ്മളൊക്കെ പേടിപ്പിക്കുക ഇടിയാണ്, ആ ശബ്ദം കേൾക്കുമ്പോഴാണ്. ആ സമയത്ത് പ്രത്യേകമായി ഉമ്മമാരൊക്കെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടി, മിന്നി തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പറയാൻ ചില ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രബലമായ ഹദീസിൽ വന്നിട്ടുള്ളതും എല്ലാവരും സാധാരണ പഠിച്ചു വച്ചിട്ടുള്ളതുമായ തസ്ബീഹ് അല്ലെങ്കിൽ ദിക്റാണ് സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി എന്ന ദിക്ർ. സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി. സുബ്ഹാനല്ലദീ, ഒരു അള്ളാഹു എത്ര പരിശുദ്ധനാണ്. യുസബ്ബിഹുർ റഅദു ബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഇടി അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. വൽ മലായികത്തു മിൻ ഖീഫത്തിഹി, മലക്കുകളും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതറിയുന്നവർ ഇത് തന്നെയാണ് ചൊല്ലേണ്ടത്, അറിയാത്തവർ തസ്ബീഹാണ് ചൊല്ലേണ്ടത്. അപ്പോൾ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിയാണ് ഇടി, മിന്ന് പോലത്തത് ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ടത്. സലാത്ത് ദിക്റൊന്നുമല്ല, അല്ല, തസ്ബീഹാണ് വേണ്ടത്. ഏത് തസ്ബീഹും ആവാം. ഹദീസിൽ വന്ന തസ്ബീഹ് ഞാൻ പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും തസ്ബീഹ് എല്ലാം സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, ഇങ്ങനെ ഏതെങ്കിലും തസ്ബീഹ് ചൊല്ലാം. സുബ്ഹാന ഉൾപ്പെടുന്ന ദിക്റുകൾക്കാണ് തസ്ബീഹ് എന്ന് പറയാം. ഇൻഷാ അല്ലാഹ്.